Hi friends, welcome to Srishi's Healthy Kitchen. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റെസിപ്പി നമ്മളുടെ എല്ലാം ഫേവറേറ്റ് ആയ മുരിങ്ങയ്ക്ക തീയലാണ്. മുരിങ്ങയ്ക്കയുടെ ഗുണങ്ങളൊന്നും പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. മുരിങ്ങയ്ക്ക കഴിയുന്നത്ര കഴിക്കാൻ ശ്രമിക്കുക, നമ്മളുടെ ഫുഡിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. മുരിങ്ങയുടെ ഇലയാണേലും മുരിങ്ങയ്ക്കയാണേലും ഒരുപാട് ഹെൽത്തിയാണ്. ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണ് മുരിങ്ങയ്ക്ക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞ് ഓൾ എന്നതിൽ ക്ലിക്ക് ചെയ്താൽ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. വീഡിയോസ് ഒന്ന് കാണാൻ ശ്രമിച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വളരെ ഹെൽത്തി ആയിട്ടും ഈസി ആയിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മുരിങ്ങയ്ക്ക തീയൽ നമ്മളുടെ മല്ലൂസിൻ്റെ എല്ലാം ഫേവറേറ്റ് ആണ്. നമ്മൾ മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ ഈ മുരിങ്ങയ്ക്ക കൊണ്ട് തീയലൊക്കെ ഉണ്ടാക്കുന്ന. ഈ മുരിങ്ങയ്ക്ക ഒരുപാട് ഹെൽത്തിയാണ്. അപ്പം നോർത്ത് ഇന്ത്യയിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വേറെ പല രീതിയിലുള്ള സബ്ജികളാണ് മുരിങ്ങയ്ക്ക കൊണ്ട് ഉണ്ടാക്കാറ്. അപ്പം നമ്മൾ ഒരുപാട് വിഭവങ്ങൾ മുരിങ്ങയ്ക്ക കൊണ്ട് ഉണ്ടാക്കാറുണ്ട്. അപ്പം നമ്മുടെ ഒന്നും ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത ഒരു ഹെൽത്തി ആയിട്ടുള്ള പച്ചക്കറികളിൽ ഒന്നാണ്, ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള പച്ചക്കറികളിൽ ഒന്നാണ് മുരിങ്ങയ്ക്ക. കുറച്ച് മുരിങ്ങയ്ക്ക നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര എടുക്കുക. ഞാനിപ്പം കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നുള്ളൂ. മുരിങ്ങയ്ക്ക നമ്മൾ അതിൻ്റെ പുറത്തെ തൊലിയൊന്ന് ചീവി എടുത്തിട്ട് ചെറുതായിട്ട് ചീവി എടുക്കുക. എന്നിട്ട് ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇടയ്ക്ക് രണ്ട് പീസാക്കി വേണമെങ്കിൽ വേവിക്കാം. അതിങ്ങനെ ഇട്ടും വേവിക്കാം. അപ്പം ഞാനിതൊന്ന് കീറി എടുക്കുന്നുണ്ട് ഇടയ്ക്കൂടെ. അപ്പം കുറച്ച് ചുമന്നുള്ളി ഞാനൊരു ചെറിയ ബോൾ നിറച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കണം. ചുമന്നുള്ളി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സവാള യൂസ് ചെയ്യാവുന്നതാണ്. കുറച്ച് തേങ്ങ ഞാൻ ഒരുപാട് എടുത്തിട്ടില്ല, ഒരു ചെറിയ 2 പിടി തേങ്ങ. അപ്പം നിങ്ങൾക്ക് കൂടുതൽ മുരിങ്ങയ്ക്ക ഉണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് തേങ്ങ എടുക്കാം. തേങ്ങയുടെ കൂടെ നമുക്ക് വേണ്ടത് അല്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഒരു 2-3 പച്ചമുളക് ഇടാൻ ഇഷ്ടമില്ലാത്തവർ ഇടണ്ട കേട്ടോ. പിന്നെ ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ നമുക്ക് പിഴുപുളി ഞാൻ ഒരല്പം ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് കറി വെന്ത് കഴിയുമ്പോൾ നമുക്കിതൊന്ന് പിഴിഞ്ഞൊഴിക്കാനുള്ളതാണ്. പിന്നെ നമുക്ക് കടുക് വറക്കാനായിട്ട് വേണ്ടത് കുറച്ച് കറിവേപ്പില, ഒരു ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു 1-2 നമ്മളുടെ വറ്റൽമുളക്, പിന്നെ കടുക്. ഓക്കെ, അപ്പം നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. ചീനിച്ചട്ടി ചൂടായി വരുമ്പോൾ അതിനകത്തോട്ട് നമുക്ക് ഈ തേങ്ങ അങ്ങിട്ട് കൊടുക്കാം. ഇനി ഫ്രണ്ട്സ്, ഒരു കാര്യം പറയാൻ ഉള്ളത്, ഞാനിവിടെ മുളകും മഞ്ഞളും മല്ലി പൊടിയാണ് ചേർക്കുന്നത്. അപ്പം അതുകൊണ്ട് തേങ്ങ നല്ലതുപോലെ വറുത്ത് ബ്രൗൺ കളറായി കഴിഞ്ഞ് നമ്മൾ വാങ്ങുന്ന സമയത്ത് ഈ പൊടികൾ ചേർത്താൽ മതി. ഇത് ചെറു തീയിലിട്ടിട്ട് ഈ തേങ്ങ നല്ല ബ്രൗൺ കളറാവുന്നത് വരെ വറുത്തെടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, ഫ്ലെയിം ഹൈയിലിടരുത്. ഇത് ഈവനായിട്ട് ഒരുപോലെ വറുത്തെടുക്കണം. ചിലത് കരിഞ്ഞു പോവുകയും ചിലത് ബ്രൗൺ ആവുകയും ചെയ്യരുത്. നമുക്ക് പെട്ടെന്ന് കരിയാതെ ഒന്ന് വറുത്തെടുക്കേണ്ടിയിട്ട് ഒരു തുള്ളി, ഒരു 1/2 ടീസ്പൂണോളം വെളിച്ചെണ്ണയൊന്ന് ഒഴിച്ചു കൊടുത്താൽ ഇത് പെട്ടെന്നൊന്ന് വറുത്ത് കിട്ടും. അപ്പം തേങ്ങ വറക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഒരു 2-3 ചുമന്നുള്ളി കൂടി ഒന്ന് ഇട്ടേക്കുക. അത് തീയലിനൊരു പ്രത്യേക ടേസ്റ്റ് തരും. ഇത് ഇരുമ്പിൻ്റെ അഴണ്ട ചീനിച്ചട്ടി ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് കരിയാതെ ഈവനായിട്ട് ബ്രൗൺ ആയി എടുത്തു. ഇതിലോട്ട് മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ മതി, അതിൽ കൂടുതൽ മല്ലിപ്പൊടി ആവശ്യമില്ല. ഒന്ന് മിക്സ് ചെയ്യുക. ഇത് നല്ലതുപോലെ ചൂടായി വരുന്നുണ്ട്. ഈ ചീനിച്ചട്ടി ഒരുപാട് ചൂടുള്ളതായതുകൊണ്ട് തന്നെ നമ്മൾ മഞ്ഞളും മുളക് പൊടിയൊക്കെ ആഡ് ചെയ്യുന്നതിന് മുന്നേ തീ വേണമെങ്കിൽ ഓഫ് ചെയ്തിട്ട് ആഡ് ചെയ്യാം. കാരണം ചീനിച്ചട്ടിയിൽ നല്ല ചൂടുള്ളത് കൊണ്ട് മുളക് പൊടിയൊക്കെ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി അല്പം മഞ്ഞൾ കൂടെ ഒന്ന് ആഡ് ചെയ്യുവാണ്. ചീനിച്ചട്ടിക്ക് നല്ല ചൂടുള്ളത് കൊണ്ട് കണ്ടില്ലേ പുക വരുന്നത്, അത് ബ്രൗൺ കളർ ആയിക്കോളും. ഇനി ഇതിലോട്ട് ഞാൻ ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തു. അത് കശ്മീരി ചില്ലിയാണ്, എരിവുള്ള മുളക് പൊടിയല്ല. അപ്പോൾ ഇത് ഇനി ചീനിച്ചട്ടിയുടെ ചൂട് കൊണ്ട് ഒരു 5 മിനിറ്റ് നല്ലതുപോലെ ഇതങ്ങ് നമുക്ക് വറുത്തെടുക്കാം. ചൂടില്ല, ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി അല്ല, വലിയ ചൂടില്ല ചീനിച്ചട്ടിക്ക് എന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെ ആഡ് ചെയ്യാൻ. ഇതിപ്പം ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി ആയതുകൊണ്ട് നല്ല ചൂടുണ്ട്. അപ്പോൾ അത് കരിഞ്ഞു പോകാതിരിക്കാനാണ് ഞാൻ ഓഫ് ചെയ്തത്. ഇത് തണുക്കുന്ന നേരത്തിന് നമുക്ക് ചുമന്നുള്ളി മുരിങ്ങയ്ക്ക ഒന്ന്
വേവിച്ചെടുക്കാം. ഞാനിവിടെ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. മൺചട്ടിയാണ്, ചെറിയ മൺചട്ടിയാണ് തീയലിന് ഞാൻ എപ്പോഴും ഉപയോഗിക്കാറ്. അതാണ് നമുക്ക് കൂടുതൽ ടേസ്റ്റ്. മൺചട്ടി ഇല്ലാത്തവരെ നിങ്ങൾ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത്, ഏത് വെസൽസിന് വേണോ ഉണ്ടാക്കാം. ഓക്കെ, ഇപ്പം ഇവിടെ ചട്ടി നല്ലതുപോലെ ചൂടായി കിടക്കണം. ഇതിലോട്ട് ജസ്റ്റ് ഒരു 1 ടീസ്പൂൺ, ഒരുപാട് എണ്ണയൊന്നും വേണ്ട, ജസ്റ്റ് ഒരു 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. അതെന്തിനെന്ന് വെച്ചാൽ നമ്മുടെ ഈ ചുമന്നുള്ളി ഒന്ന് വഴറ്റിയെടുക്കാനാണ്. കരിവേപ്പില ഇട്ട് കൊടുക്കാം, ഉള്ളി അങ്ങ് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഈ ഉള്ളി ഇവിടെ നല്ലതുപോലെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ മുരിങ്ങയ്ക്ക കൂടി അങ്ങ് ഇട്ട് കൊടുക്കുക. ഒരൽപ്പം ഉപ്പിട്ട് കൊടുക്കുക, പച്ചമുളക് ഇട്ട് കൊടുക്കുക, ശകലം മഞ്ഞളിട്ട് കൊടുക്കുക. അതെന്തിനെന്ന് വെച്ചാൽ മുരിങ്ങയ്ക്ക വെന്ത് വരുമ്പോൾ വെള്ള കളറിലിരിക്കും, അല്ലെങ്കിൽ അതുകൊണ്ടാണ്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഇത് വേവിക്കാൻ വെക്കുക. മുരിങ്ങയ്ക്ക വഴട്ടേണ്ട കാര്യമൊന്നുമില്ല. മുരിങ്ങയ്ക്ക നമ്മൾ സാധാരണ വഴട്ടാറില്ലല്ലോ അങ്ങനെ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുരിങ്ങയ്ക്ക ഉള്ളി ഒന്നിച്ച് വഴട്ടാൻ കേട്ടോ. ഞാൻ മുരിങ്ങയ്ക്ക വഴട്ടാഞ്ഞത് മുരിങ്ങയ്ക്ക വഴട്ടേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിലെന്നുണ്ടെങ്കിൽ മുരിങ്ങയ്ക്ക ഉള്ളി ഒന്നിച്ച് വഴട്ടാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളം, ഒരുപാട് വെള്ളം വേണ്ട, അത് ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടാനുള്ള വെള്ളം. ഓക്കെ, ഇനി ഇത് നമുക്ക് ഒന്ന് അടച്ചു വെച്ച് ഈ മുരിങ്ങയ്ക്ക വേകുന്ന അത്രയും സമയം, ഒരു 10 മിനിറ്റ് പോലും എടുക്കില്ല, അത്രയും സമയം. അപ്പോൾ നമ്മുടെ മുരിങ്ങയ്ക്ക ഇവിടെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നമുക്ക് തേങ്ങ പേസ്റ്റ് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട്. നല്ല ഫൈൻ പേസ്റ്റായിട്ടാണ് അരച്ചത്. അതങ്ങ് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ചേർക്കുക. കുറച്ച് വെള്ളം ചേർക്കുക. മിക്സ് ചെയ്യുക. ഇനി ഇതിലോട്ട് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന പുളി കൂടി ഒന്ന് പിഴിഞ്ഞ് ചേർക്കുക. അരപ്പിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന ഈ പുളി വെള്ളം അങ്ങ് ചേർക്കുക. ഇതിനടിയിൽ, പുളിയുടെ അടിയിൽ മട്ടോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാം. ഒരല്പം ഉപ്പ് കുറവുണ്ടായിരുന്നു, ഞാനൊരു ശകലം ഉപ്പ് കൂടി ഒന്ന് ആഡ് ചെയ്തു. ചെക്ക് ചെയ്തിട്ടേ ആഡ് ചെയ്യാവും. നമ്മൾ ഇത് വേവിക്കുന്ന സമയത്ത് ഉപ്പ് ആഡ് ചെയ്തല്ലോ, ഉള്ളിയും മുരിങ്ങയ്ക്കയും കൂടെ അടുപ്പയിൽ വെച്ചപ്പോഴും. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ആഡ് ചെയ്യാവും. നിങ്ങൾക്ക് ആർക്കെങ്കിലും മുരിങ്ങയ്ക്ക തീയലിൽ തേങ്ങാക്കൊത്ത് കൂടി ഇട്ട് കൂടുതൽ ടേസ്റ്റി ആക്കണമെന്നുണ്ടെങ്കിൽ ഇടാവുന്നതാണ്. നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയല്ല മുരിങ്ങയ്ക്ക തീയൽ ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിലോ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കമൻറ്റ് ബോക്സിൽ കൂടി അറിയിക്കാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചിട്ട് ഇതിന് കടുക് വറുത്ത് താളിക്കാവുന്നതാണ്. ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. കടുക് വറക്കാനായിട്ട് ഞാൻ ഒരൽപ്പം, ഒരുപാടൊന്നും എണ്ണ ഒഴിക്കേണ്ട, ജസ്റ്റ് ഒരു ടീസ്പൂൺ ഒഴിച്ചാലും മതി. നിങ്ങൾക്ക് എണ്ണ കഴിക്കുന്നതുകൊണ്ട് പ്രോബ്ലം ഇല്ലാന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഒഴിച്ചോളൂ. കടുക് ഇട്ട് കൊടുക്കുക. ചുവന്നുള്ളി ഇട്ട് കൊടുക്കുക. ചുവന്ന മുളക് ഇട്ട് കൊടുക്കുക. ഫ്ലെയിം വളരെ കുറച്ച് വെച്ചിട്ട് വേണം നമ്മളെപ്പോഴും കടുക് താളിക്കാനൊക്കെ. ഈ കരിവേപ്പില ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കടുക് താളിച്ചത് നല്ലപോലെ ബ്രൗൺ ആയിട്ടുണ്ട്. കരിക്കരുത്, അത് നമുക്കങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നമ്മളുടെ ഈസി മുരിങ്ങയ്ക്ക തീയൽ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈസി പീസി തീയൽ ഇഷ്ടമായി എന്ന് കരുതുന്നു. നമുക്കതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കണം. ചോറിൻ്റെ കൂടെയാണ് ഏറ്റവും ബെസ്റ്റ് ഇത് കേട്ടോ. സെമ്മ. ഈ ഒരു തീയലുണ്ടെങ്കിൽ ഒരു പറ ചോറുണ്ണാൻ കഴിയും നമുക്ക്. ഒരു കറിയും വേണ്ട വേറെ, അത്ര ടേസ്റ്റിയാണ്. ഒത്തിരി ചോറിൻ്റെ കൂടെ ഞാൻ നമ്മുടെ തീയലൊന്ന് ട്രൈ ചെയ്യട്ടെ. അടിപൊളി തീയലല്ലേ. തീയലുണ്ടെങ്കിൽ വേറെ കറിയൊന്നും വേണ്ട. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു കറികളിലൊന്നാണ് തീയൽ. കുറേ തീയൽ ഇനി പോസ്റ്റ് ചെയ്യാനിരിക്കുന്നു, അപ്പം ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് കഴിച്ച് നോക്കാം. ടേസ്റ്റൊക്കെ ചെയ്ത് അടിപൊളിയാണ്. ഇതിൻ്റെ കൂടെ വേറെ ഒന്നും കറി വേണ്ടല്ലോ. മുരിങ്ങയ്ക്ക ഒരുപാട് ഹെൽത്തി ആയതുകൊണ്ട് ഏത് രീതിയിലാണേലും കഴിക്കാവുന്നതാണ്. ഈറ്റ് ഹെൽത്തി, സ്റ്റേ ഹെൽത്തി. താങ്ക് യു.